നമസ്കാരം. പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയായ ജർമ്മനിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഉയർന്ന ജീവിത നിലവാരവും നല്ല ശമ്പളവും ഒക്കെയാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു എല്ലാവരുടെയും പ്രധാന ആകർഷണം. എന്നാൽ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, എത്രമാത്രം സത്യമുണ്ട്, ഇത് റിയാലിറ്റിയാണോ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു മുമ്പായി ഇങ്ങോട്ട് വിമാനം കയറുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കടമ്പകൾ വേറെയുണ്ട്. ഇങ്ങോട്ടുള്ള വരവ് വെറുമൊരു യാത്രയല്ല, ഒരു വലിയ ജീവിത മാറ്റമാണ്. ജർമ്മനിയിൽ പുതുതായി എത്തുന്നവർക്കും എത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഏറ്റവും പുതിയ ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഇന്നത്തെ വീഡിയോ. ജർമ്മനി എന്ന് പറയുമ്പോൾ പേപ്പർ വർക്കുകളുടെ ലോകം ആണ്. അതൊരിക്കലും ഒരു അതിശയോക്തിയാവില്ല താൻ. ജർമ്മനിയിൽ എത്തിയാൽ ആദ്യം നേരിടേണ്ടത് ഇവിടുത്തെ ബ്യൂറോക്രസിയാണ്, അതായത് നിയമപരമായ നൂലാമാലകൾ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലീസിനെയോ അതോറിറ്റിയോ അറിയിക്കുന്ന പരിപാടിയാണ്. ഇതിന് അൻമൻ ലോങ് എന്ന് പറയും. ഇത് ചെയ്താലേ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനോ ഇൻഷുറൻസ് കിട്ടാനോ പറ്റുകയുള്ളൂ. അൻമൻ ലോൺ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാക്സ് ഐ ഡിയിൽ തപാലിൽ വരും. ഇത് ജോലി തുടങ്ങാൻ അത്യാവശ്യമാണ്. പിന്നെ മറക്കാതിരിക്കേണ്ട മറ്റൊരു കാര്യം റുൺഫുങ് ബൈട്രാഗ് ആണ്. അതായത് റേഡിയോ TV ടാക്സ്. ഇതാണ് ഇവിടെ നൽകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ TV കണ്ടില്ലെങ്കിലും TV ഇല്ലെങ്കിലും ഇത് നിർബന്ധമായും അടയ്ക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്, ഹെൽത്ത് കെയർ ആൻഡ് ഇൻഷുറൻസ്. പ്രധാന കാര്യം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾക്ക് പോലും ജീവിക്കാൻ അനുവാദമില്ല. പൊതുവെ രണ്ടു തരം ഇൻഷുറൻസുകളാണ് ഉള്ളത്. പബ്ലിക്, അതായത് സ്റ്റാറ്റ്യൂട്ടറി മാർഗവും പ്രൈവറ്റ് മാർഗവും. മിക്കവാറും ആളുകൾ പബ്ലിക് ഇൻഷുറൻസ് ആണ് എടുക്കാറുള്ളത്. ജോലി ചെയ്യുന്നവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഇതിനുള്ള പണം പോകും. ഒരു ഗുണം ഇതിന്റേത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യമായ എല്ലാ ചികിത്സകളും മരുന്നുകളും ഇതിലൂടെ സൗജന്യമായി ലഭിക്കും. റിസപ്റ്റ് ഗബ്യൂർ കൊടുക്കണം. അടുത്ത വർഷം മുതൽ അത് കൂടുകയാണ്. അതൊക്കെ ഇപ്പോൾ വലിയ ഭാരമായി തീരുകയാണ്. പക്ഷെ 55 വയസ്സ് കഴിഞ്ഞവർക്ക് പബ്ലിക് ഇൻഷുറൻസിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അടുത്ത വിസ റെസിഡൻസി പെർമിറ്റ് ആണ്. ഇതിന് ഔസ്ലാൻഡർ ബെഹേർഡെയാണ് ഉത്തരവാദി, അതായത് ഫോറിനേഴ്സ് ഓഫീസ്. ചില രാജ്യക്കാർക്ക് 90 ദിവസം വരെ വിസ ഇല്ലാതെ നിൽക്കാമെങ്കിലും മലയാളികളെ പോലെ ഇന്ത്യക്കാരെ പോലെ ഉള്ളവർക്ക് കൃത്യമായ വിസയും പിന്നീട് റെസിഡൻസ് പെർമിറ്റും വേണം. ഇതിനായി നിങ്ങൾ ലോക്കൽ ഫോറിനേഴ്സ് ഓഫീസിൽ, അതായത് ഔസ്ലാൻഡർ ബെഹേർഡയിലാണ് പോകേണ്ടത്. പലപ്പോഴും ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അത് ബെർലിനിലാണെങ്കിലും കൊളോണിലാണെങ്കിലും വലിയ മെട്രോ സിറ്റികളിലൊക്കെ ആണെങ്കിലും കാത്തിരിക്കുക തന്നെ വേണം. ക്ഷമ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ അപേക്ഷ പരിഗണനയിലാണെങ്കിൽ അതിന് ടെർമിൻ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ മിക്കവർക്കും കിട്ടുന്നത് ഫിക്സിയോൺസ് ബെഷൈനിയും ആണ്. ഇതൊരു താൽക്കാലിക പേപ്പർ വിസയാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞാലും ഇവിടെ തുടരുകയും ചെയ്യാം. അത് ചിലപ്പോൾ 3 മാസമോ 6 മാസമോ ചിലപ്പോൾ 1 വർഷമോ ഒക്കെ ഫിക്സിയോൺ കിട്ടിയെന്നിരിക്കും. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ജർമ്മൻ സർക്കാർ പുതുതായി ഉണ്ടാക്കിയ കാറ്റഗറി വിസകളാണ്. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഇപ്പൊ മിക്കപ്പോഴും എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീരുമാനമാകാത്ത കിടക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഫിക്സിയോൺസ് ബെഷൈനിയും നൽകുന്നത്. അതൊരിക്കലും ഒരു ഇൻവാലിഡ് ആകില്ല. അതിന് വേറെ ക്രൈറ്റീരിയ ഉണ്ട്. അത് ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം. അടുത്തത് ജർമ്മൻ ഭാഷയാണ്. വിജയത്തിലേക്കുള്ള ഒരു താക്കോലാണ് ജർമ്മൻ ഭാഷ. ജർമ്മൻ ഭാഷ പഠിക്കുക എന്നത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് കൊണ്ട് ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാമെന്ന് ആരും കരുതരുത്. ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഇവിടുത്തെ ജീവിതം വളരെ എളുപ്പമാക്കാൻ സാധിക്കും. ചുരുങ്ങിയത് B1 ലെവൽ വരെയെങ്കിലും പഠിക്കുന്നത് PR കിട്ടാനും ജോലിക്കും മറ്റും ഏറെ സഹായമാകും. ഇപ്പം B1 പോരാ B2 ഒക്കെ വേണം പല കാര്യങ്ങൾക്കും. ചിലയിടത്ത് C1 തന്നെ വേണ്ടിവരും. പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഈസി ജർമ്മൻ പോലുള്ള യൂട്യൂബ് ചാനലുകളും ഫോക്സ് ഷൂളെ എന്ന പേരിൽ അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഭാഷാ ക്ലാസുകൾ ലഭിക്കുന്ന ഫോക്സ് ഷൂളെ പ്രയോജനപ്പെടുത്തിയാൽ ഏറെ നന്നായിരിക്കും. തുടക്കത്തിൽ പേപ്പർ വർക്കുകളും ഭാഷയും ഒക്കെ കാണുമ്പോൾ അല്പം ടെൻഷൻ അല്ല, അതിലേറെ ടെൻഷൻ അടിച്ചേക്കാം. പക്ഷെ ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ ജർമ്മനി മികച്ചൊരു രാജ്യമാണ്. ക്ഷമയോടെ ഓരോ പടികളും കയറണം. ജർമ്മനിയിലെ നിയമങ്ങൾ പാലിക്കണം. ജർമ്മനിയിലെ മറ്റ് അത്യന്താപേക്ഷിതമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഇവരുമായി അല്ലെങ്കിൽ ജർമ്മനിയുമായി ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് തന്നെ വേണം. ഇതില്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വരണം. എന്നാലേ ഇവിടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ജർമ്മനിയിലെ സാഹചര്യം മുൻപത്തെ പോലെ അല്ല. കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ജർമ്മനി ആകെപ്പാടെ മാറിപ്പോയി. ഇത് നെഗറ്റീവ് അല്ല പറയുന്നത്, ഇവിടുത്തെ റിയാലിറ്റിയാണ്. ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഗ്രോത്ത് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ മേഖലയിൽ ഇഷ്ടം പോലെ വേക്കൻസികൾ ഉണ്ടെങ്കിലും കമ്പനികളൊന്നും തന്നെ ഇത് ഫില്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം കമ്പനികൾക്ക് മിക്കപ്പോഴും അവരുടെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ കുറയ്ക്കുകയാണ്. ഇവിടെ ഇറങ്ങുന്നവരായാലും അത് അക്കാഡമിക് ലെവൽ വളരെ നന്നായിരിക്കും. പക്ഷേ ജോലി കിട്ടാനുള്ള സാഹചര്യം കുറവാണ്. ഉള്ള ജോലികളിൽ നിന്നും പിരിച്ചുവിടുന്ന സമ്പ്രദായവും ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു വശത്തൂടെ ജോലിക്ക് ഒട്ടേറെ ആളുകളെ കാത്തിരിക്കുന്നുവെങ്കിലും ജോലിക്ക്
എടുക്കാൻ പലരും മടി കാണിക്കുന്നു, പ്രത്യേകിച്ച് കമ്പനി ബേസ്ഡ് ജോലിക്ക്. അതേസമയം ഹെൽത്ത് ഫീൽഡിലാണെങ്കിൽ, ആരോഗ്യ മേഖലയിലാണെങ്കിൽ ജോലി ഉറപ്പാണ്. പക്ഷെ അവിടെ ഭാഷയുടെ പ്രശ്നമുണ്ട്. B2 ലെവൽ. അത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് ഭാഷ അറിഞ്ഞിരിക്കണം. അതാണ് ഇവർ പറയുന്ന ഒരു മാനദണ്ഡം അത് തന്നെയാണ്. B2 ലെവൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നതൊക്കെ തന്നെയും പേപ്പറിൽ ഒതുങ്ങുന്ന പഠനമാണ്. പ്രയോഗിക്കാൻ പലർക്കും മടിയാണ്. പ്രയോഗിക്കുമ്പോൾ അവിടെ തെറ്റുകളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പലരും പറയാനും എഴുതാനും മടിക്കുന്നു. ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കണം. ഭാഷ പഠിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള പേകിഷ്കയറ്റോടുകൂടി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ജർമ്മനിയെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇനി ജർമ്മനിയിലേക്ക് വരാൻ. ഏജൻസികൾ പറയുന്ന മൂഢമായ കള്ളത്തരങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ വലയിൽ വീഴാതെ കൃത്യമായി ഞങ്ങളെ പോലുള്ള ചാനലുകൾ ശ്രദ്ധിച്ച് ഞങ്ങൾ എന്ത് പറയുന്നോ സുതാര്യതയോടെ, കൃത്യതയോടെ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ലോകത്തിൽ ഒരു ചാനലും ഒരു പത്രവും ഞങ്ങളെ പോലെ ചെയ്യുന്നില്ല. ഞങ്ങൾ വീമ്പറക്കുകയല്ല, ന്യൂജൻകാർ ഞങ്ങളെ പറയുന്നത് പോലെ തള്ളുകയല്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ജർമ്മനിയെ പറ്റി കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, വായിച്ച് മനസ്സിലാക്കി, സാഹചര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ജർമ്മനിയിലേക്ക് വരാൻ. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്പർ ഗൂഗിളിൽ അന്വേഷിച്ചാലല്ലേ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ എപ്പോഴും ഉണ്ടാകും. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.